ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചൺ മണീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു കപ്പ നെയ്യിട്ടതായാലോ. അതിനായിട്ട് 2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ തൊലിയൊക്കെ പൊളിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് കൊത്തി നുറുക്കാം കേട്ടോ. എത്രയും വേഗം നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. എല്ലാം കൊത്തി നുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ വെള്ളത്തിലേക്ക് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ കപ്പ ഇട്ട് കൊടുക്കാം കേട്ടോ. കപ്പ ഇട്ട് എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് അതിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മതിയാവും. അത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. ശേഷം നമുക്ക് കപ്പ ആ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. തിളച്ചതിന് ശേഷം ഉപ്പിടുന്നതായിരിക്കും എപ്പോഴും കപ്പയ്ക്ക് നല്ലത്, വെന്ത് കിട്ടാൻ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യണം കേട്ടോ. നമ്മുടെ കപ്പ മൂടി വെച്ച് ഒന്നുകൂടി നന്നായി വേവിച്ചെടുക്കാം. ഓക്കെ, കപ്പ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഊറ്റിയെടുക്കാം. ഞാനിങ്ങനെ കോരി എടുക്കുകയാണ് ചെയ്യണത്. കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ നെയ്യാണ്. സാധാരണ നല്ല നെയ്യുള്ള ബീഫോ അല്ലെങ്കിൽ പന്നിയിറച്ചിയോ കിട്ടുമ്പോൾ നമ്മൾ നെയ്യ് ഊറ്റിയെടുക്കാറുണ്ട് അല്ലേ. അതങ്ങനെ വെറും പച്ചയ്ക്ക് നെയ്യ് എടുക്കാതെ ഞാനെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കറിയെല്ലാം ആക്കിയതിന് ശേഷം ആ നെയ്യ് എടുക്കുകയാണ് ചെയ്യുക. എല്ലാ ചേരുവയും ചേർന്നിട്ടുള്ള നെയ്യാണിത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കപ്പയിലിട്ടിട്ട് നമുക്ക് കഴിക്കുമ്പോൾ. നെയ്യ് മെൽറ്റായതിന് ശേഷം 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. ചെറിയൊരു ടീസ്പൂണിൻ്റെ കടുക് ഇട്ട് കൊടുത്തു. ഒരു മീഡിയം സൈസ് സവാള ഇട്ട് കൊടുത്തു. 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യം വരില്ല, കാരണം നമ്മുടെ കറിയിലുള്ള ആ എരിവും ഉപ്പും എല്ലാം അതിന് പാകമായിട്ടുണ്ടാവും. ഇവിടെ സവാളയും ഉള്ളിയും എല്ലാം നമുക്ക് മൂത്ത് കിട്ടട്ടെ. ആ മൂപ്പിച്ചെടുത്ത സവാളയെല്ലാം നമുക്ക് നമ്മുടെ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കപ്പ ഇങ്ങനെ കഴിക്കാനായിട്ട്. വെറുതെ നെയ്യിട്ട് കഴിക്കണേലും നല്ല സ്വാദായിരിക്കും ഇങ്ങനെ. നമുക്ക് നന്നായി കപ്പ കുത്തി ഉടച്ചെടുക്കാം കേട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ ചേരുവയും ചേർത്തിട്ട് നമ്മൾ കറി വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഊറി വരുന്ന നെയ്യാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നമ്മുടെ കപ്പ നന്നായി കുത്തി ഉടച്ചെടുക്കാം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. കപ്പയുടെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ കപ്പ നെയ്യിട്ടത് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ആവശ്യമെങ്കിൽ ഇത്തിരി കൂടി നെയ്യിട്ട് കൊടുക്കാം. കപ്പ റെഡി. താങ്ക് യു.